കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. പ്രത്യേകാൽ കർത്താവ് തന്റെ മഹത്വമുള്ള വേലയ്ക്കായി വിളിച്ചു വേർതിരിച്ച സകല വിശുദ്ധന്മാർക്കും ഞാൻ വന്ദനം ചൊല്ലുന്നു. ഇവിടെ ദൃശ്യവൽക്കരിക്കപ്പെട്ടതായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി എന്റെ ജീവിതത്തിൽ സംഭവിച്ചതത്രേ. ഉച്ചവെയിലിലെ മയക്കത്തിൽ നിന്നും സായാഹ്നത്തിലേക്ക് കാൽച്ചൂടുകളെ വെച്ച് പുനലൂർ വീണ്ടും സജീവമായി. സ്കൂളുകളിൽ മണിമുഴങ്ങി, കുരുന്നുകളെ കൊണ്ട് പട്ടണം നിറഞ്ഞു. അതിനിടയിൽ കയ്യിൽ ഒരു ബൈബിളും മറുകയിൽ സുവിശേഷ പ്രതികളുമായി ഒരു വൃദ്ധൻ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന പൗലോസിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കും വിധം സുവിശേഷ പ്രതികൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അല്പമകലെയായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് നേരെയുണ്ടായ പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. സുവിശേഷ പ്രതികൾ കൊടുക്കുമ്പോൾ ഒരാൾ അത് വാങ്ങിയില്ല. മറ്റൊരാൾ വാങ്ങിയെങ്കിലും അത് സന്തോഷത്തോടെ ആയിരുന്നില്ല. ഒരു സ്ത്രീ അത് വാങ്ങിയിട്ട് നിലത്തിട്ട് കളഞ്ഞു. മറ്റൊരുവൻ മുഖം മറച്ച് കടന്നുപോയി. വേറൊരുവൻ ആ പിതാവിനോട് മുമ്പിൽ നിന്ന് പോകുവാൻ ആംഗ്യം കാണിച്ചു. ഒരുവൻ സുവിശേഷപ്രതി ചുരുട്ടി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് എറിഞ്ഞു. ഒരാൾ സുവിശേഷപ്രതി വാങ്ങിയിട്ട് നാണയത്തുട്ടുകൾ ആ പിതാവിന് നേരെ നീട്ടി. സ്കൂൾ കുട്ടികൾ ഉപദേശി എന്ന് വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതിലൊരു കുട്ടിയെ അരികെ വിളിച്ച് ദൈവത്തെ ഭയപ്പെടുവാനും മാതാപിതാക്കളെ അനുസരിക്കുവാനും നന്നായി പഠിക്കുവാനും അവരെ ഉപദേശിച്ചു. ആശീർവദിക്കുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്ത ആ പിതാവിന്റെ മുമ്പിൽ നനവുള്ള കണ്ണുകളുമായി ആ കുരുന്നുകൾ നിന്നു. നിർത്തിയ ബസ്സിൽ കയറുവാനുള്ള വ്യഗ്രതയിൽ ജനം ആ പിതാവിനെ തള്ളിമാറ്റി. വീഴുവാൻ പോകുന്ന ആ പിതാവിനെ വീഴാതെ വണ്ണം ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു. ഞാനൊരു സുവിശേഷകനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദയനീയമായി എന്റെ മുഖത്തേക്ക് നോക്കിയ ആ പിതാവ് ഇപ്രകാരം പറഞ്ഞു: വയ്യ മോനെ, തീരെ വയ്യ. എങ്കിലും യജമാനനെ ഏൽപ്പിച്ച വേല ചെയ്യാതിരിക്കാൻ കഴിയുമോ? മുകളിൽ ചെല്ലുമ്പോൾ നല്ല ദാസനെ എന്ന വിളി കേൾക്കണ്ടായോ? ഈ ശ്വാസം നിലയ്ക്കുന്നതുവരെ യജമാനനെ ഏൽപ്പിച്ച വേല ചെയ്യണം എനിക്ക്. കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായി ഞാൻ കരുതും. ഇത് പറഞ്ഞിട്ട് യജമാനൻ ഏൽപ്പിച്ച വേലയിൽ വ്യാപൃതനായി ആ ദാവകൻ. പിന്നാലെ ചെന്ന ഞാൻ എന്റെ കയ്യിലെ അല്പസാമ്പത്തികം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അത് വാങ്ങി അദ്ദേഹം എനിക്കായി പ്രാർത്ഥിച്ചു. എങ്കിലും ഞാൻ പൈസ കൊടുത്ത സന്തോഷം ആ മുഖത്ത് പ്രകടമായിരുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു: എന്നെ വിളിച്ച നാൾ മുതൽ എന്നെ പോറ്റിപ്പുലർത്തുവാൻ ഓരോരുത്തരെ എന്റെ യജമാനനാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് കുഞ്ഞ്. കർത്താവ്